സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. കെപിസിസി മുൻ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് റെജി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചാണ് മല്ലപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണാ സമരം കെപിസിസി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റെജി തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സാധാരണഗതിയിൽ വർധനവ് എന്ന് പറയുന്നത് 5%, 10%, ഏറിയാൽ 15%. ഇത് 1000 രൂപ കൊടുക്കുന്ന ഒരാളിന് അത് 1500 രൂപ ആക്കിക്കൊണ്ടുള്ള വർധനവ്, അതായത് 50% വർധനവ് നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർഷക തൊഴിലാളികളൊക്കെ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തുപോലും വില ലഭിക്കാത്ത ഒരു സാഹചര്യം. മണ്ഡലം പ്രസിഡന്റ് MK സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനദ്രോഹ സർക്കാരിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെയാണ് ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയപരമായും നിലനിൽപ്പിന് വേണ്ടിയുമുള്ള ഈ സമരം നടക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ധനമന്ത്രി ആശ്വാസത്തിന്റെ ഒരു കണിക പോലും ചെലുത്തിയില്ല എന്ന് മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ ഭീമമായ വർധനവിനാൽ ജനജീവിതം ദുസ്സഹമായ ഒരു സംസ്ഥാനത്തിലെ ജനതയോട് പ്രതികാര മനോഭാവം തീർക്കുന്ന രീതിയിൽ വളരെ കർശനവും ഭീമവുമായ നികുതികളാണ് ചുമത്തിയിരിക്കുന്നത്. ഭൂനികുതി 50% അധികമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേരള പിറവിക്ക് ശേഷം സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഇന്നുവരെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കാഴ്ചയാണ്. ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ ബിജു ടി ജോർജ്, റെജി പണിക്കമുറി, അഡ്വക്കേറ്റ് സാം പട്ടേരിൽ, സജി തേവരോട്ട്, റെജി തേക്കുങ്കൽ, റെജി പമ്പഴ, KG സാബു, സജി തോട്ടത്തിമരയിൽ, സിന്ധു സുഭാഷ്, ഗീത കുര്യാക്കോസ്, ബിന്ദു മേരി തോമസ്, ബാലാമണി TK, അനു ഊത്തുകുഴി, വാസുകുട്ടൻ KK, റെജി പ്രയാറ്റ്, ബാബു താനിക്കുളം, ജോൺസൺ നാരകത്താനി, ബിജി വർഗീസ്, മിഥുൻ K ദാസ്, അനീഷ് K മാത്യു, മുന്ന വസിഷ്ഠൻ, പ്രമോദ് ലാൽ, രവി വിയപുരം, സണ്ണി വെള്ളറിയിൽ എന്നിവർ പ്രസംഗിച്ചു. സ്വീകരിക്കാൻ